നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ബിജു മാത്യൂസ്. വൈദ്യശാസ്ത്ര രംഗത്ത് ഇന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു പദമാണ് ഫിസിയോതെറാപ്പി എന്നത്. എന്താണ് ഫിസിയോതെറാപ്പി എന്നും ഫിസിയോതെറാപ്പിയുടെ വിവിധ മേഖലകൾ എന്തെല്ലാമാണെന്നും ഈ വീഡിയോയിലൂടെ അറിയാം. എല്ലാ വർഷവും സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമായി ആചരിക്കുന്നു. മരുന്നും ശസ്ത്രക്രിയയും ഇല്ലാതെ ഭൗതിക സ്രോതസ്സുകളിലൂടെയും ചികിത്സാ വ്യായാമങ്ങളിലൂടെയും ചികിത്സ നൽകുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു സ്വതന്ത്ര ചികിത്സാ ശാഖയാണ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി ചികിത്സയുടെ ഉത്ഭവം BC 460 ഹിപ്പോക്രാറ്റസും ഗലീനിയസും ഫിസിയോതെറാപ്പിയുടെ ചില ചികിത്സാ രീതികൾ ഉപയോഗിച്ചിരുന്നതായി ചരിത്രരേഖകളിൽ പറയപ്പെടുന്നു. എന്നാൽ 1813 സ്വീഡനിലെ റോയൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിംനാസ്റ്റിക്സിലെ ഒരു സ്വീഡിഷ് ജിംനാസ്റ്റിക് പ്രൊഫസർ പെർ ഹെൻറിക് ലീൻ ആണ് ഫിസിയോതെറാപ്പിക്ക് ഒരു ആമുഖം ഉണ്ടാക്കിയത്. 19ാം നൂറ്റാണ്ടിൽ കുറച്ചുകൂടി വിപുലമായ തലത്തിൽ ഫിസിയോതെറാപ്പി വളർന്നു വന്നത് ബ്രിട്ടനിലാണ്. ഇന്ത്യയിൽ 1952 ബോംബെയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആണ് ആദ്യമായി ഫിസിയോതെറാപ്പി ചികിത്സ തുടങ്ങിയത്. പിന്നീട് ഇന്ത്യയിൽ ഫിസിയോതെറാപ്പി ചികിത്സയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ആവശ്യം വരുന്ന മറ്റ് ചികിത്സാ ശാഖകളെ പോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി ഇന്ന് ഫിസിയോതെറാപ്പി ചികിത്സയും മാറിക്കഴിഞ്ഞു. ജീവിതശൈലി മൂലം രോഗമുണ്ടാകുവാൻ സാധ്യതയുള്ള കാരണങ്ങളെ കണ്ടെത്തി അവയെ തടയുകയും രോഗിക്ക് ആവശ്യമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകി രോഗത്തിന്റെ സങ്കീർണമായ അവസ്ഥയിലേക്ക് രോഗിയെ തള്ളിവിടാതെ അവയെ പ്രതിരോധിച്ച് രോഗം ഭേദമാക്കുകയും രോഗിയെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുകയുമാണ് ഫിസിയോതെറാപ്പിയിലൂടെ ചെയ്യുന്നത്. MBBS, BDS പഠനങ്ങൾക്ക് സമാനമായി തന്നെ UGC അംഗീകൃത സർവകലാശാലകളുടെ കീഴിൽ 4.5 വർഷത്തെ പഠനവും അതിനിടയിൽ 6 മാസത്തെ ഇന്റേൺഷിപ്പും അതിനുശേഷം കിട്ടുന്ന ബിരുദമാണ് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി BPT എന്നത്. അത് കഴിഞ്ഞ് 2 വർഷത്തെ ബിരുദാനന്തര ബിരുദമായ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി MPTയും PhDയും ഉണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് സ്വതന്ത്രമായി രോഗിയെ പരിശോധിക്കുവാനും രോഗനിർണയം നടത്തുവാനും രോഗിക്ക് ആവശ്യമായ ഫിസിയോതെറാപ്പി ചികിത്സ നിശ്ചയിക്കുവാനും അത് നടപ്പിലാക്കുവാനും ചികിത്സാ വ്യായാമങ്ങൾ നിർദ്ദേശിക്കുവാനും സാധിക്കും. ഫിസിയോതെറാപ്പി ആവശ്യമുള്ളത് എപ്പോൾ? ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, നാഡീ സംബന്ധമായ അസുഖങ്ങൾ, ശസ്ത്രക്രിയാനന്തര ബുദ്ധിമുട്ടുകൾ, ജന്മനായുള്ള ചലന വൈകല്യങ്ങൾ, മസ്തിഷ്ക സംബന്ധമായ അസുഖങ്ങൾ, ഗർഭകാല ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ, പ്രസവാനന്തര ബുദ്ധിമുട്ടുകൾ, പേശി സംബന്ധമായ പ്രശ്നങ്ങൾ, അർബുദം മൂലമുള്ള കഷ്ടതകൾ, ജീവിത ശൈലി രോഗങ്ങൾ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് ഫിസിയോതെറാപ്പി ചികിത്സ ഫലപ്രദമാണ്. ഇനി ഫിസിയോതെറാപ്പിയുടെ പ്രധാന ശാഖകൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി അസ്ഥി സംബന്ധമായിട്ടുള്ള സന്ധികളിലെയും പേശികളിലെയും വേദനയും നീർക്കെട്ടും ഇല്ലാതാക്കാൻ ഇലക്ട്രോ തെറാപ്പി ചികിത്സകൾ വഴിയും ഡ്രൈ നീഡിലിംഗ്, മാനിപ്പുലേഷൻ തുടങ്ങിയ നൂതന ചികിത്സാ രീതികൾ വഴിയും സാധിക്കും. ക്രമമായ വ്യായാമങ്ങൾ വഴി ശസ്ത്രക്രിയാനന്തര ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ശാരീരിക ക്ഷമത വീണ്ടെടുക്കുവാനും ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി വഴി സാധിക്കും. ന്യൂറോ ഫിസിയോതെറാപ്പി അപകടം മൂലവും തലച്ചോറിനെ ബാധിച്ച് മറ്റ് മസ്തിഷ്ക സംബന്ധമായ നാഡീ സംബന്ധവുമായ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചലനശേഷിയും ബാലൻസും പ്രവർത്തന മികവും തിരികെ കിട്ടുന്നതിന് ന്യൂറോ ഫിസിയോതെറാപ്പി അത്യന്താപേക്ഷിതമാണ്. പക്ഷാഘാതം, പാർക്കിൻസോണിസം പോലെയുള്ള നാഡീ സംബന്ധമായ രോഗങ്ങൾക്ക് മോട്ടോർ റീ ലേണിംഗ് പ്രോഗ്രാം പോലുള്ള വിദഗ്ധ ന്യൂറോ ഫിസിയോതെറാപ്പി ചികിത്സകൾ രോഗിയുടെ പേശി നിയന്ത്രണവും സൂക്ഷ്മ ചലനങ്ങളും ദൈനംദിന പ്രവൃത്തികളും മെച്ചപ്പെടുത്തുവാനും ന്യൂറോ ഫിസിയോതെറാപ്പിയിലൂടെ സഹായിക്കും. കാർഡിയോ പൾമണറി ഫിസിയോതെറാപ്പി ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ കാരണം ശ്വാസകോശത്തിൽ രൂപപ്പെടുന്ന സ്രവങ്ങളെ ഇല്ലാതാക്കുന്നതിനും ശ്വാസകോശത്തിന്റെ വികസനം മെച്ചപ്പെടുത്തി രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും ചെസ്റ്റ് ഫിസിയോതെറാപ്പി, പോസ്റ്ററൽ ഡ്രൈനേജ് തുടങ്ങിയവ അനിവാര്യമാണ്.
ബൈപ്പാസ് ശസ്ത്രക്രിയയും ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞവർക്കും ചിട്ടയോടുകൂടിയ വ്യായാമം അത്യാവശ്യമാണ്. പീഡിയാട്രിക് ഫിസിയോതെറാപ്പി, സെറിബ്രൽ പാൾസി, ഡെവലപ്മെന്റ് ഡിലേ, ഓട്ടിസം, ഡൗൺസ് സിൻഡ്രോം തുടങ്ങിയ കുട്ടികൾക്ക് ജന്മന ഉണ്ടാകുന്ന രോഗങ്ങൾക്കും മറ്റു ചലന വൈകല്യങ്ങൾക്കും ന്യൂറോ ഡെവലപ്മെന്റ് തെറാപ്പി പോലുള്ള പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ചികിത്സാ രീതികൾ ഏറെ ഫലപ്രദമാണ്. ആരംഭത്തിൽ തന്നെ ഇത്തരം രോഗങ്ങൾ ചികിത്സിച്ചാൽ ഒരു പരിധിവരെ കുട്ടികളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ തടയുവാനും കുട്ടികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പീഡിയാട്രിക് ഫിസിയോതെറാപ്പി വഴി സാധിക്കും. ഒബ്സ്റ്റാട്രിക് ഗൈനക്കോളജിക്കൽ ഫിസിയോതെറാപ്പി, അനായാസവും സുരക്ഷിതവുമായ വ്യായാമ ക്രമങ്ങൾ വഴി ഗർഭകാലത്തുണ്ടാകുന്ന ശാരീരിക അസ്വാസ്ഥ്യവും മാനസിക പിരിമുറുക്കവും തരണം ചെയ്യാൻ കഴിയും. സുഖകരമായ പ്രസവത്തിനും ആരോഗ്യപൂർണമായ പ്രസവാനന്തര കാലത്തിനും ഫിസിയോതെറാപ്പി നല്ലതാണ്. സ്പോർട്സ് ഫിസിയോതെറാപ്പി, വളരെയധികം പ്രചാരം നേടിയിട്ടുള്ളതും ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു മേഖലയാണ് സ്പോർട്സ് ഫിസിയോതെറാപ്പി. കായിക താരങ്ങൾക്ക് സംഭവിക്കുന്ന പരിക്കുകൾക്ക് സ്പോർട്സ് ഫിസിയോതെറാപ്പി വഴി ചികിത്സിച്ച് ഭേദമാക്കി കായിക താരങ്ങളെ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറക്കുന്നതിന്റെ അവിഭാജ്യ പങ്ക് വഹിക്കുന്നത് സ്പോർട്സ് ഫിസിയോതെറാപ്പിയിലൂടെയാണ്. എർഗണോമിക്സ് ആൻഡ് ഫിറ്റ്നസ് ഫിസിയോതെറാപ്പി, തൊഴിൽജന്യ രോഗങ്ങളെ തടയുന്നതിനും വ്യായാമരഹിത ജീവിതവും അനാരോഗ്യ പ്രവണതകളും കാരണം വർദ്ധിച്ചുവരുന്ന ജീവിതശൈലീ രോഗങ്ങളെ ചെറുക്കുന്നതിനും ഈ മേഖല സഹായിക്കുന്നു. ജെറിയാട്രിക് ഫിസിയോതെറാപ്പി, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം ഉടലെടുത്തേക്കാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളുടെ തീവ്രത കുറയ്ക്കുവാനും ഒരു പരിധിവരെ അവയെ തരണം ചെയ്യുവാനും ജെറിയാട്രിക് ഫിസിയോതെറാപ്പിയിലൂടെ സാധിക്കും. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഫിസിയോതെറാപ്പി, പാലിയേറ്റീവ് കെയർ രംഗത്ത് ഇന്ന് അവിഭാജ്യ ഘടകമാണ് ഫിസിയോതെറാപ്പി. രോഗിയെ ചികിത്സിക്കുന്നതിനൊപ്പം പ്രധാനമായും വൈകല്യങ്ങൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും രോഗിയുടെ കഷ്ടതകൾ അകറ്റി രോഗിയുടെ ജീവിത നിലവാരം ഉയർത്തുകയുമാണ് പാലിയേറ്റീവ് കെയർ രംഗത്ത് ഫിസിയോതെറാപ്പിയിലൂടെ ചെയ്യുന്നത്. ഫിസിയോതെറാപ്പിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക. വീണ്ടും വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയും ചെയ്യുന്നു.